പേര് സാനസിയാണ്. ഞാൻ മെയ് 20 കണ്ടക്ട് ചെയ്ത എംഗ്ലക്സ് ആർ US എംഗ്ലക്സ് ആർ പാസ്സായി. കോച്ചിങ്ങിനായിട്ട് തിരഞ്ഞെടുത്തത് നിതിൻ സാറിൻ അക്കാഡമി ആയിരുന്നു. ഫേസ്ബുക്കിലൂടെയാണ് ഞാനിത് അറിഞ്ഞത്. പിന്നെ സാറിൻ്റെ വെബിനാറിൽ പങ്കെടുത്തു. പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. റെക്കോർഡഡ് സെക്ഷൻ ആയിരുന്നു ഓൺലൈൻ. അതെനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. കാരണം എൻ്റെ കൺവീനിയൻ്റ് അനുസരിച്ചിട്ട് എനിക്ക് ക്ലാസ്സസ് കേൾക്കാനും അത് പഠിക്കാനും സാധിച്ചു. പിന്നെ സാറിൻ്റെ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. സാറ് ഒരു സ്റ്റുഡൻറ്റിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ആ രീതിയിലായിരുന്നു സാറ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ ക്ലാസ്സേ ഉള്ളൂ. പക്ഷേ ആ 1 മണിക്കൂറിൽ തന്നെ നമുക്ക് എക്സാമിന് വേണ്ട കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ ഉണ്ട്. എല്ലാ ഈ തിയറി ക്ലാസ്സസ് എല്ലാം കഴിഞ്ഞിട്ട് ആർച്ചർ റിവ്യൂ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് നമുക്കത് മനസ്സിലാകുന്നത്. സാറ് പറയുന്നതെല്ലാം ഓരോ ക്വസ്റ്റ്യനിലും ഉണ്ട്. അപ്പം സാറിൻ്റെ ക്ലാസ്സസ് കറക്റ്റായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് ആർച്ചർ റിവ്യൂ പോലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ ക്ലാസ്സസ് കൊണ്ടാണ് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് 85 ക്വസ്റ്റ്യനിൽ തന്നെ എനിക്ക് ഇത് പാസ്സാകാൻ പറ്റിയത്. അതിന് സാറിൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. കാരണം സാറിൻ്റെ ആ ഒരു സ്ട്രാറ്റജി ആയിരുന്നു എന്നെ ഈ ഒരു അച്ചീവ്മെൻറ്റിലോട്ട് എത്തിച്ചത്. കാരണം എന്ന് വെച്ചാൽ സാറ് എല്ലാ ടോപ്പിക്കുകൾക്കും സാറിൻ്റെതായ ഒരു രീതിയുണ്ട്. ചെറിയ ചെറിയ ടിപ്സും ട്രിക്സും പിന്നെ കുറേ കോഡുണ്ട്. എല്ലാത്തിനും സയൻസ് ആൻഡ് സിംറ്റംസ് പ്രധാനപ്പെട്ട കണ്ടന്റിനൊക്കെ എല്ലാം സാറൊരു കോഡ് ഇട്ടിട്ടുണ്ട്. ആ കോഡ് മാത്രം മനസ്സിലാക്കിയാൽ മതി, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും. ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ പോലും ഇതല്ലേ സാർ ഉദ്ദേശിക്കുന്നത്, ആ കോഡാണ് ഇതിന് വരുന്നത് എന്നിട്ട് ആ കോഡ് ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു ആൻസർ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അത് തന്നെയായിരുന്നു. സാറിൻ്റെ ആ ഒരു രീതി, ടീച്ചിങ്ങിലുള്ള ആ ഒരു രീതിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയതും. നമ്മൾ മറക്കില്ല അത്. ആ കോഡ് പഠിച്ചു വെച്ചിരുന്ന നമ്മുടെ ആ കണ്ടന്റ് മറന്നു പോകത്തേയില്ല. ഭയങ്കര നല്ലതായിരുന്നു അത്. അങ്ങനെ ആയിരിക്കും. ആ ഒരു രീതി കൊണ്ട് തന്നെയാണ് എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റിയത്. അതിലെനിക്ക് സാറിന് ഭയങ്കര നന്ദിയുണ്ട്. പിന്നെ നമ്മുടെ നേഴ്സസ് ആരെങ്കിലും ഈ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ താല്പര്യപ്പെടുന്ന നേഴ്സസിന് തീർച്ചയായിട്ടും നല്ലൊരു കോച്ചിങ് സെൻറ്റർ എന്ന് പറയാൻ പറ്റുന്നൊരു സെൻറ്റർ തന്നെയാണ് ഈ RM കോച്ചിങ് സെൻറ്റർ. അത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. താങ്ക് യു.